വിട ചൊല്ലി അകലുമ്പോൾ ആ പുഴയൊന്ന് തേങ്ങിയിട്ടുണ്ടാവും. 2 മാസം ഒഴുക്കിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്തിയതും സഹയാത്രികൻ ട്രക്ക് തന്നെ. ഇനി എല്ലാത്തിനോടും വിട ചൊല്ലി അനന്തതയിലേക്ക്. കണ്ണാടിക്കലിലെ സാധാരണക്കാരനിൽ നിന്നും കേരളമാകെ നൊമ്പരമായി മാറിയ അർജുൻ ഇനി ഓർമ്മ മാത്രം. എന്നും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ജനതയെ കർണാടക കണ്ട ദിവസം. 2 ഭിന്നശേഷി മക്കളെ വീട്ടിൽ ഇട്ടേച്ച് ജീവൻ പോലും തിരിച്ചു കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ലാതെ വെള്ളത്തിന്റെ ആഴങ്ങളിൽ ഒരു ജീവന് വേണ്ടി മുങ്ങിത്തപ്പിയ മാൽപേ എന്ന വലിയ മനുഷ്യസ്നേഹി. എല്ലാ തിരച്ചിലും അവസാനിപ്പിച്ചു എന്ന് പലരും വിധിയെഴുതിയ സമയം അയാൾ വന്നു. അവിടെ നിന്നാണ് വിജയ തുടക്കവും. സ്വന്തം ജീവൻ പോലും സുരക്ഷ അല്ലാതിരുന്ന ആർത്തിരമ്പുന്ന ഗംഗാവരിയിൽ ഒരു കുടുംബത്തിന്റെ കണ്ണുനീർ മാത്രം കണ്ട ഒരു സ്നേഹ വിപ്ലവകാരി. അത്രമേൽ അടിയൊഴുക്കുള്ള പുഴയിൽ ചെന്ന് രക്തബന്ധമോ നാട്ടുബന്ധമോ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ എന്തിന് നിങ്ങൾ ധൈര്യപ്പെടുന്നു എന്ന ചോദ്യത്തിന് മുമ്പിൽ അയാൾക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനും എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലെ ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, രക്ഷിതാക്കളുണ്ട്, അയാളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മകനുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് സ്നേഹത്തോടെ നമ്മെ പോലെ ഓരോ പകലും കഴിഞ്ഞു പോവാൻ ആഗ്രഹിച്ചവൻ. പലരും ചോദിച്ചു, ഒരൊറ്റ ജീവന് വേണ്ടി എന്തിനാണ് ഇത്ര സന്നാഹങ്ങൾ എന്ന്. പക്ഷേ പെറ്റ വയറിന്റെ പതപ്പുണ്ടല്ലോ, അത് അവർക്കറിയില്ലല്ലോ. മകൻ മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ അതൊരു കാത്തിരിപ്പാണ്. ആ മാതാവിന്റെ മനസ്സറിയുമ്പോഴേ എന്തിനാ നമുക്കിത്ര തിടുക്കുമെന്ന് അവർക്ക് മനസ്സിലാവൂ. 2018 പ്രളയകാലത്ത് ഒരു നാടിനെ മുഴുവൻ ചേർത്ത് പിടിക്കാൻ അവൻ ശ്രമിച്ചു. അന്ന് മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് കൊടുക്കുന്നതിനൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു അർജുൻ. ഒരു സാധാരണക്കാരന്റെ വിയോഗത്തിൽ നാടൊന്നാകെ കണ്ണീരണിയുന്ന ഒരു ഇതിഹാസമായി അവൻ മാറി. ആ ഇതിഹാസം കേരള ചരിത്രത്തിന്റെ ഭാവിയിൽ ഇനിയും വാഴ്ത്തപ്പെടും, ഓർമ്മിക്കപ്പെടുകയും ചെയ്യുമെന്ന് തീർച്ച. സ്നേഹം മറക്കാത്ത അർജുന് കേരള ജനത കൊടുത്ത വലിയൊരു ആദരവാണ് അന്നവിടെ തടിച്ചുകൂടിയ ജനത. ജീവനോടെ കാണണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് നടക്കാതെ പോയത്. നിങ്ങളിപ്പോഴും എല്ലാവരും കൊതിക്കുന്ന വലിയൊരു മനുഷ്യൻ തന്നെ. പലരും ഒരു നിലപാടും എടുക്കാതെ തല താഴ്ത്തി നിന്നിരുന്ന സമയം മനാഫ് എന്ന ധീരനായ മനുഷ്യൻ തന്റെ തൊഴിലാളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും സ്നേഹത്തിന്റെയും കഥ, അത് വല്ലാത്തൊരു കഥയാണ്. പലരും പലതും പറഞ്ഞു കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചു. ലോറിയിലുള്ളത് വിലമതിക്കാനാവാത്ത ചന്ദനം, ഗോൾഡ്, കള്ളപ്പണം, അങ്ങനെ പലതും പാടി നടന്നവർക്ക് മുമ്പിലും അയാൾ ധീരനായി നിന്നു. നെഞ്ചിപിടക്കുന്ന എല്ലാ വേദനകളിലും അയാൾ അതെല്ലാം അടക്കി പിടിച്ചു. പിന്നീട് കാലം തെളിയിച്ചു മനാഫായിരുന്നു ശരിയെന്ന്. ആരോ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ, എല്ലാവർക്കും വേണം മനാഫിനെ പോലെ ഒരാളെങ്കിലും. കേവലം വെറും 10 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കേണ്ട തിരച്ചിലിനെ അയാൾ ഇതുവരെ കൊണ്ടെത്തിച്ചു. ഇനിയും തിരിച്ചു കിട്ടാത്ത ഗംഗാവരിയിൽ പൊലിഞ്ഞ ജീവത്തുടിപ്പുകൾക്ക് ഒരു മനാഫില്ലാതെ പോയി. അർജുനും അവന്റെ വണ്ടിയും ഇവിടം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അവനില്ലാതെ ഞാൻ മടങ്ങില്ല, അവനെ കൊണ്ടേ ഞാൻ മടങ്ങൂ എന്ന് മനാഫ് ആണയിട്ട് പറയുമ്പോൾ അയാൾ കേവലം ഒരു ഉടമ എന്നതിനപ്പുറം അയാളുടെ നെഞ്ചിലെ തുടിപ്പായി മാറിയിരുന്നു. അർജുൻ നിങ്ങളെ അയാൾക്ക് അത്രമേൽ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറാറുള്ളത്. തനിക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് പറയാതെ എന്റെ അർജുൻ എന്ന് പറഞ്ഞ് ഓടി നടന്ന ഒരു ആത്മാവ്. ഒരുപക്ഷെ മുമ്പ് ആർക്കും മനസ്സിലാക്കാൻ പറ്റാതെ പോയ മനുഷ്യൻ. 25-ാം തീയതി പുഴയിൽ നിന്നും അർജുനെ കിട്ടിയ ദിവസം കരയിൽ നിന്നും ഒരു സ്നേഹത്തുടിപ്പിനെ കൂടി ലോകം തൊട്ടറിഞ്ഞു. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നാം അത് കണ്ടറിഞ്ഞു. അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നായിരുന്നു. വാക്കുകളെ സുന്ദരമാക്കാൻ അയാൾ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. ഭംഗിയായി സംസാരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മനാഫ് എന്ന മനുഷ്യൻ നിഷ്കളങ്കമായ ഭാഷയിൽ ഈ ലോകം തന്നെ കീഴടക്കി. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അയാൾ പൊരുതി വിജയിച്ചു. പറയാൻ വാക്കുകളില്ല. ജാതിക്കും മതത്തിനും മുകളിൽ മനുഷ്യ സ്നേഹത്തിന് വില കൊടുത്തവർ. മരണത്തിനേക്കാൾ വലിയ വേദനകളാണ് ചില ഒറ്റപ്പെടുത്തലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും. 71 ദിവസം ഒരു വ്യക്തി, ഒരു അഭ്യൂഹം പോലെ. അതിനുശേഷം എല്ലാവർക്കും ഉത്തരം കിട്ടി. നെഞ്ചുനീർ മലയാളികൾ കൂടെ നിന്ന ഒന്നും ഇന്നോളം ഉത്തരമില്ലാതായിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല, വിട്ടുകൊടുക്കുകയുമില്ല. ആ കുടുംബത്തെയും ഈ പച്ചയായ മനുഷ്യനെയും ക്രൂരമായി വേദനിപ്പിച്ചവർക്കാവട്ടെ ഇനിയുള്ള വിരലുകൾ. വിട്ടുപോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന ഈ സമയം ആ പുഴയിൽ നിന്നെ ഒറ്റക്കാക്കി കളഞ്ഞില്ലല്ലോ എന്നോർത്ത് സമാധാനപ്പെടുന്നു. അർജുൻ, കാലമെത്ര കഴിഞ്ഞാലും നിങ്ങളെ ഈ കേരളം മുഴുവൻ ഓർത്തുവെക്കും. കാരണം ഒരു ജീവത്തുടിപ്പിനു വേണ്ടി നിങ്ങളെപ്പോൽ കേരളം കാത്തിരുന്ന മറ്റൊരാളുണ്ടാവില്ലെന്ന് തോന്നുന്നു.